കോക്കനട്ട് കിസസിന് നമുക്ക് വേണ്ടത് 1½ കപ്പ് ഡെസിഗ്നേറ്റഡ് കോക്കനട്ടാണ്, 1/2 കപ്പ് ഷുഗർ പൗഡർ. ഷുഗർ ഞാൻ ഒരു ഏലക്ക ഇട്ടാണ് പൊടിച്ചെടുത്തത്. ഒരു ഏലക്ക ഇട്ട് പൊടിച്ചെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. വാനില പൗഡർ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. പിന്നെ ഒരു എഗ്ഗ് വേണമെങ്കിൽ എഗ്ഗുമായിട്ട് മാത്രമായിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നല്ലോണം കുഴച്ച് നമ്മുടെ മാവൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാം. ഞാൻ 250 ml കപ്പിലാണ് 1½ കപ്പ് ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് എടുത്തത്. നമുക്കിതൊരു 10 കുക്കീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരളവിലെടുത്താൽ. അപ്പോൾ ഇത് നമുക്ക് നല്ലോണം കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റാക്കി കുഴക്കുക. കുഴക്കുന്ന ഇതനുസരിച്ചാണ് വിണ്ട് വരിക. അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ കുഴ പോരെങ്കിൽ വിണ്ട് വരും. അപ്പോൾ നല്ലോണം കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തിട്ട് നമുക്കിത് ചെറിയ ബോളാക്കി എടുക്കണം. കുഞ്ഞു ബോൾസായിട്ട് ഉരുട്ടിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നടുക്കൊരു ഹോൾ ഇടുക. ചെറിയൊരു ഹോള്, ഫുൾ കുഴിക്കണ്ട, ചെറിയൊരു ഹോള് നമുക്ക് ചെറി വെക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു ചെറി 2 ആക്കി എടുത്തിട്ടുണ്ട്. അതിലൊരു പകുതി വെച്ച് കൊടുക്കുവാണ്. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ബോളിൻ്റെ വലിപ്പം അനുസരിച്ചിരിക്കും 9-10 ബോൾസ് വരെ നമുക്കിതിൽ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, ചിലപ്പോൾ ബോൾ പോലെ തന്നെ എടുക്കാം, ഇങ്ങനെ പ്രസ് ചെയ്യണമെന്നില്ല. ഏത് ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാം. ചെറി ഇല്ലെങ്കിൽ നമുക്ക് ബദാം വെച്ചൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ 9 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ഓപ്ഷനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ്സാണ് ഞാൻ ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ 20 മിനിറ്റ്സ്, കറക്റ്റ് 20 മിനിറ്റ്സാണ് ഞാൻ എടുത്തത്. നമ്മുടെ കോക്കനട്ട് കിസസ് റെഡിയായി. വളരെ സിമ്പിളാണ് ചെയ്യാൻ.